നമ്മളിപ്പോ ഷിപ്പേട്ടന്റെ ഉപയോഗിക്കാം, പക്ഷെ രണ്ടുപേരെ ടൈമിൽ ഉപയോഗിക്കാൻ പറ്റും. ചേട്ടൻ എത്ര നാളായി? ചേട്ടൻ എത്ര നാളായി? 39. ചേട്ടന് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ എന്താണ്? എമർജൻസി വൈപ്പർ. ചേട്ടൻ രണ്ട് എഞ്ചിൻ വർക്ക് ചെയ്യണേല് രണ്ട് എഞ്ചിൻ അത് വർക്ക് ചെയ്യണേല് നമ്മള് വണ്ടിക്കൊക്കെ ഏറിനെ വലിച്ച് ഉള്ളാക്കണം. ഇപ്പൊ വെള്ളം വലിച്ചിട്ട് കടലിൽ നിന്ന് വെള്ളം വലിച്ച് ജില്ലക്ക് സർക്കുലേറ്റ് ചെയ്ത് പോയി. അതിന്റെ ടെമ്പറേച്ചറാണ് കാണിക്കുന്നത്. ഇത് ഓയിൽ ടെമ്പറേച്ചർ. ചേട്ടന് ഇതുവരെ ഇത് ഓടിച്ചതിന്റെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും എമർജൻസി അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും? ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഡാൻസിൽ കൊണ്ട് കുട്ടിക്ക് ചെറിയ പെട്ടെന്ന് ഫിക്സ് വന്നിട്ട് നമ്മളെ കയറിയതിന് ശേഷം പെട്ടെന്ന് തിരിച്ചു പോയിട്ട് ആളെ ഇറക്കിയിട്ട് നമ്മ വീണ്ടും പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് നമ്മളെ. പിന്നെ അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അപൂർവമായിട്ട് പറ്റുള്ളൂ. കാരണം രണ്ട് എഞ്ചിനുള്ളതുകൊണ്ട് ഒരു എഞ്ചിൻ കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് ആ പോരാൻ പറ്റും. അതാണ് വെയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ കുറവാണ്. ഡോൾഫിൻ ഉള്ള ഉണ്ടാകാറുണ്ട്. വെയിൽ ഇവിടെ ഉണ്ടെങ്കിലും ഡീപ്പ് സീൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ വിഴിഞ്ഞം സൈഡ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ കൊച്ചിൻപോട്ടിന്റെ ഓരോ ബോയകളുണ്ട്. ഇപ്പൊ അവിടെ കാണുന്നത് നോക്കി അതിപ്പോ 1 and 2 ബോയ അല്ല 4 and 3 ബോയ എന്ന് പറയും. ഇതില് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ലൊക്കേഷൻ നമ്മൾ വെസ്റ്റ് സൈഡിലാണ് ശരിക്കും നിൽക്കുന്ന. 270 വരുമ്പോ വെസ്റ്റ് ആണ്. വെസ്റ്റിലാണ് ശരിക്കും നമ്മൾ നിൽക്കുന്നത്. പിന്നെ വരുമ്പോ നമുക്ക് എങ്ങടാ പോകണമെന്ന് കിട്ടിയിട്ടില്ല. അത് നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മളുടെ കോമ്പസ് ഉണ്ട്. ഇതാണ് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. ഇതിപ്പോ നമ്മളിപ്പോ കരയിലിരുന്ന് വേറെ ആരോ നോക്കുന്നുണ്ടോ? കരയിൽ നമുക്ക് നമ്മുടെ ഇതില് റേഡിയോയിലടക്കം സൗണ്ട് കേൾക്കുന്നില്ല. അത് ട്രാഫിക് എന്ന് പറയും. അതായത് ഈ ട്രെയിനിലെല്ലാം നിയന്ത്രിക്കുന്നവരെ തന്നെ ഷിപ്പുകളെ നിയന്ത്രിക്കാൻ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു ടവർ ഉണ്ടാവും, കൺട്രോൾ ടവർ. ആ ടവർ എന്ന് വെച്ചാൽ ഇതിനേലും വലിയ സ്ക്രീൻ 2-3 ഉണ്ടാവും. ശരിക്കും ഇപ്പോൾ നമ്മളൊക്കെ അവരുടെ റഡാറിന്റെ നിരീക്ഷണത്തിലാണ് നമ്മളെങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് ഷിപ്പുകൾ 2 അങ്ങോട്ട് ഇങ്ങോട്ട് പോകാവുന്ന സ്ഥലം ഉണ്ടാവുള്ളൂ. ബാക്കി ഷാലപ്പാജി എന്ന് പറഞ്ഞാൽ വെള്ളം കുറഞ്ഞ സ്ഥലം, പിന്നെ റോക്ക് അല്ലെങ്കിൽ സാൻഡൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻ കേസ് നമ്മൾ ശ്രദ്ധിക്കാതെ ഇപ്പോൾ ഈ വർത്താനം പറയുന്നത് ശ്രദ്ധിക്കാതെ പോകണമെങ്കിൽ ഇവർ വിളിക്കും നമ്മളെങ്ങനെ പോകണമെന്നൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഷിപ്പുകൾ വരുമ്പോഴും അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യും. ഇപ്പം നമ്മളോട് വരുന്നെങ്കിലും ഷിപ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ല എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ വേറെ സംവിധാനങ്ങളില്ല. ഇപ്പോൾ മുമ്പുണ്ടായ മറ്റേ സുനാമി അല്ലെങ്കിൽ കള്ളക്കടൽ എന്ന് പറയും. ഇതൊക്കെ കടലിൽ അറിയാതെ അടിയിൽ ഭയങ്കര തിര പെട്ടെന്ന് മുകളിലോട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർ നമ്മളെ വിളിച്ച് പറയും ചുഴിയൊക്കെ വരണ്ടെങ്കിൽ. ഇവിടെയൊക്കെ പിന്നെ അവരുടെ സ്ഥലങ്ങളില്ല, എന്നാലും അവർ നമ്മളറിയിക്കും. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ കയറി പോരാൻ പറയും. പിന്നെ പ്രത്യേകിച്ച് നേവി ഷിപ്പ്, കോസ്റ്റ് ഗാർഡ് ഷിപ്പൊക്കെ വരുമ്പോഴും ഷിപ്പ് മൂവ്മെൻറ്റിനാണ് പ്രധാനം കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഷിപ്പ് ചാനലിൽ നിന്ന് വളരെ അകന്ന് നടക്കണം. ഇപ്പോൾ ഈ കാണുന്ന ഷിപ്പ് ചാനൽ, ഈ ബോയകൾ കിടക്കുന്ന ഷിപ്പ് ചാനലിലാണ്. ഇല്ല ഇല്ല, ഇത് നമ്മൾ കൺട്രോൾ ചെയ്യണ ഇതാണ്. കുറച്ചു മുമ്പ് നമ്മൾ വരുമ്പോഴേക്കും ഈ മത്തി എന്ന് പറയില്ലേ ചാട, അത് കുറെ കൂട്ടം കൂടി ഇടക്കിടക്ക് ഇങ്ങനെ വരാറുള്ളതാണ്. കാറ്റിന് വെള്ളം അനങ്ങുമ്പോ അത് തന്നെ ചാകരയുടെ ഒരു ഇത് തന്നെ. അത് കരയിലോട്ട് കൂടുതൽ വരുമ്പോഴാണ് അത് ഈ വെള്ളത്തിന്റെ ചേഞ്ച് അനുസരിച്ച് കയറി വന്നുകൊണ്ടിരിക്കും. പിന്നെ ഡോൾഫിനൊക്കെ പറയണത് വേറെ ഹൈ ടൈഡിൽ, അതായത് വെള്ളം കടലിൽ നിന്ന് കരയിലേക്ക് കയറുന്ന ടൈം
ഡോൾഫിന്റെ വാല് കണ്ട്. ഈ ചെറിയ ചെറിയ മീനൊക്കെ കയറി വരും, അതിനെ തിന്നു കൂട്ടത്തോട് കയറി വരുന്ന അങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും വള്ളമുണ്ട്, വള്ളക്കാരിക്ക് മാത്രമേ ഇവിടെ മീൻ പിടിക്കാൻ പറ്റുള്ളൂ. ബോട്ടുകൾ കുറെ ഇറങ്ങിയിട്ടേ മീൻ പിടിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്, ഓരോ ബോട്ടുകൾക്ക് ഓരോ ബോട്ടിന്റെ വലകൾക്ക് പ്രത്യേകത ഉണ്ടായി. ആ വലയുടെ ഇപ്പൊ നമ്മള് ഏകദേശം SPM-ന്റെ ഒരു ഇതുണ്ട് ഇവിടെ, കടലിലൊരു SPM ഉണ്ട് പോയാ. അതിവിടെ വലിയ ഷിപ്പുകൾ, അതായത് 350 മീറ്റർ 400 മീറ്റർ നീളമുള്ള ഷിപ്പുകളൊക്കെ വരും. അത് നമുക്ക് കരയിലോട്ട് വരൂല, ഡ്രാഫ്റ്റ് കുറവായിരിക്കുള്ളൂ. നമുക്കിവിടെ ആകെ 16-17 മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പറയുന്നത് വെച്ചാൽ 17 മീറ്റർ 15 മീറ്റർ ഡ്രാഫ്റ്റിലൊക്കെ ആയിരിക്കും വന്നത്. ഇപ്പം ഇവിടെ SPM ഷിപ്പ് ഉണ്ടാവും നോക്കി പറയാം. നമ്മുടെ മുമ്പിലുണ്ട്, ആ കിടക്കുന്ന SPM ഷിപ്പാണ്. അത് കടലിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഓസിട്ടിട്ട് അവിടെ പുതുവൈപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 5 ടാങ്ക് വേണവരുണ്ട്, അതിൽ പോയി സ്റ്റോറാവും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് അമ്പലമുകളിലാണ് നമ്മുടെ റിഫൈനറി ഉള്ളത്. അവിടെ പോയി ശുദ്ധീകരിച്ചിട്ട് ഓരോരോ എണ്ണകളായിട്ട് തിരിച്ചു വരും. ചേട്ടനും മോനും സെയിം പ്രൊഫഷനാണ് ചൂസ് ചെയ്തത്, അതെന്ത് പറ്റി ഇതിലോട്ട് വരാൻ? അത് ഞാൻ പഠിച്ചത് ഡിപ്ലോമ പഠിച്ചത് ഇലക്ട്രിക്കല്. അപ്പം ഇതും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ട് കണ്ടു വന്നോണ്ടാണോ? അടിപൊളിയിലെ സമ്മതിക്കണം. പോയ നമ്പർ 102 ആണ്. ഞാൻ പോറാണ് കഴിയാമോ 102 ഫ്രണ്ടിലുള്ളത്. നമുക്ക് ഫെയർവേ ബോയ് എന്നൊരു പോയുണ്ട്, സിംഗിൾ ബോയ്. അവിടെ വരെ നമുക്ക് പോവാം. നമ്മളും ഈ ഇവിടെ സ്പേസ് നെഫർട്ടിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ബസ്സിലുണ്ട്, അതിൽ മാത്രമേ ഇത്ര വരാൻ പാടുള്ളൂ. ശരിക്കും ഇല്ല. പിന്നെ അതിനപ്പുറം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്റർനാഷണൽ ചാനലാണ് റൂട്ട്. ഏത് ബസ്സിലെടുത്ത് അതിലേക്ക് പോവാം. അത് അതെ, ഇവരുടെ പെർമിഷൻ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ആങ്കർ ഇടണമെങ്കിൽ അവിടെ ഇടയില്ല, കുഴപ്പമില്ല. ഇതിപ്പോ പോർട്ടുകാരാണ് സംസാരിക്കുന്നത്. നമ്മളിങ്ങനെ വരുമ്പോ ഇനി പോകുമ്പോ കാണാൻ പറ്റും, കോർണറിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ മുകളിലാണ് ഇത് കണ്ടത്. അപ്പൊ നമ്മള് മുങ്ങി പോകുന്നില്ല അല്ലേ? അല്ല, മുങ്ങി പോകാനുള്ള എന്തൊക്കെ സാധ്യതകളുണ്ട് നമുക്ക് ഒരു ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ? ഇപ്പൊ ഏതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ ഇപ്പൊ ഈ കൂളിംഗ് സിസ്റ്റം തന്നെ ഏതെങ്കിലും സൈഡിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് ഇതെല്ലാം ഇപ്പൊ വെള്ളം കൂടുതൽ വന്നാലും അലാറം അടിക്കും. സ്മോക്ക് തീ എന്തെങ്കിലും പുക ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അലാറം അടിക്കും. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇൻഫർമേഷൻ തരും നേരത്തെ തന്നെ. പിന്നെ അല്ലാതെ തന്നെ നമ്മളുടെ എഞ്ചിൻ സൈഡ് 2 പേരുണ്ട്, 2 സൈഡ് 2 പേരുണ്ട്. അവരെപ്പോഴും അവരെ വേറെ സ്ഥലത്തോട്ടൊന്നും പോകില്ല, അവർ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഇത് ടെമ്പറേച്ചർ ഇപ്പം നമ്മൾ കാണുന്നില്ല, വർത്താൻ പറഞ്ഞൊരു ടെമ്പറേച്ചർ കൂടിയാൽ അപ്പോൾ തന്നെ ആ എഞ്ചിൻ വേണം സ്ലോ ആക്കി ഓഫാക്കാം, നമുക്ക് അതിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിയർ ആക്കി. ടെമ്പറേച്ചർ കൂടുന്നത് ഇപ്പോൾ ഈ കാണുന്നില്ല, അതൊക്കെ കടൽപ്പായലെന്നാണ് പറയുന്നത്, പൂവളങ്ങൾ അതെല്ലാം കയറിയിട്ട് ബ്ലോക്ക് ആവും. നമ്മളെ കായലിൽ കൂടുതലായിരിക്കും, ഇവിടെ ഒന്നും ഉണ്ടാവും, അധികം ഉണ്ടാവും. അപ്പോൾ അന്നേരം അത് കയറിയാൽ ബ്ലോക്ക് ആവും. പെട്ടെന്ന് തിരയൊക്കെ വന്നിട്ട് അടിച്ചു കയറാൻ അങ്ങനത്തെ ഉള്ളതൊന്നുമില്ല. അങ്ങനെ വരില്ല. നമ്മൾ വലിപ്പം ഇതുണ്ട്, കൂടുതലും വലിപ്പം അതന്നെ ഹൈറ്റൊക്കെ കുറഞ്ഞാണെങ്കിൽ അടിച്ചു കയറാൻ സാധ്യതയുള്ളൂ. വീലിപ്പോ തിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ഇടക്കിടക്ക് തിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇതിലാണ് ഇപ്പൊ തിരിച്ചോണ്ടിരിക്കേണ്ടത്. ഞാൻ കാണിച്ചത് കാരണം നമ്മൾ സെയിം കാറിന്റെ ഒക്കെ സിസ്റ്റം തന്നെ, ഇടത്തോട്ട് തിരിച്ചാൽ ഇടത്തോട്ട് മാറും, വലത്തോട്ട് തിരിച്ചാൽ വലത്തോട്ട് മാറും. ഇത് നമ്മളുടെ പഴയ സിസ്റ്റത്തിലുള്ള സ്റ്റിയറിംഗ് ഇതാണ്. ശരിക്കും സ്റ്റിയറിംഗ് ഇപ്പൊ ലോക്ക് ചെയ്ത് വെച്ചാൽ രണ്ടും ഹൈഡ്രോളിക് തന്നെ. ഹൈഡ്രോളിക് തന്നെ. പക്ഷെ ഇതില് ഒരു 3 റൗണ്ട് നമ്മളിങ്ങനെ ഇപ്പൊ ഇവിടെ തുടങ്ങി ഇങ്ങനെ കറങ്ങി ഇവിടെ വന്ന് വീണ്ടും വന്ന് ഇങ്ങനെ 3 പ്രാവശ്യം വരുമ്പോൾ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി മാറുന്നത്. ഇത് കണ്ട ഇത് വന്നിട്ട് പെട്ടെന്ന് മാറിക്കിട്ടും. ഈ ഹെവി ബസ്സിൽ വലിയ നീളം കൂടിയ ബസ്സിലൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തിരിഞ്ഞു വരാൻ ടൈം എടുക്കും. ഇതിൽ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് എവിടെയെങ്കിലും അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനൊന്നും പറ്റില്ല. സ്പീഡ് എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത്? സ്പീഡ് കൺട്രോൾ ഇത് കൺട്രോൾ അതായത് 2 എഞ്ചിൻ ഞാൻ പറഞ്ഞില്ലേ, 2 എഞ്ചിൻ ഉണ്ടെന്ന്. അതിൽ ഒരു എഞ്ചിൻ്റെ ഗിയറും നമ്മൾ വണ്ടിയുടെ ഇതിൽ പറയുമ്പോൾ ആക്സിലേറ്റർ പറയും. ഇതിൽ ത്രോട്ടൽ എന്നാ പറയണം.
മറൈൻ ലാംഗ്വേജ്. ഇത് വേറെ ഒരു എഞ്ചിൻ. ഇപ്പൊ നമ്മള് ഫസ്റ്റില് മറ്റേ ഗിയർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കാലി ചവിട്ടിയെങ്കിലേ ഇത് പോവുള്ളൂ. അതുപോലെ തന്നെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വന്നത് എന്തോരം നമ്മൾ മുമ്പോട്ട് തള്ളാൻ അത്ര സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. തിരിച്ച് ന്യൂട്രലാക്കും. നേരെ കൊണ്ടുവരുമ്പോൾ ഇവിടെ കൊണ്ട് സെൻറ്ററിലാക്കും ന്യൂട്രലാക്കും. ഇതിന് ഒരു പ്രത്യേകത വെച്ചാൽ ബ്രേക്കില്ല. ബ്രേക്കിന് പകരം റിവേഴ്സാണ്. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഹെഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ റിവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ആ സ്പീഡ് കുറഞ്ഞ് നമുക്ക് റിവേഴ്സ് തന്നെയാണ് ഗിയർ ഇത് വേണ്ടത്, ബ്രേക്ക് വേണ്ടത്. ഇനിയിപ്പോ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ വീഡിയോയിലൊന്നുകൂടെ കണ്ടിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ ഓടിക്കാന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്.